എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കാനൻസ് ഓഫ് ടാക്സേഷൻ. ഇതിൽ ഒരു എൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണിത്, കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു കാനൻസ്, ഒന്നെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാനൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ടാക്സേഷൻ്റെ കാനൻസ് ചോദിക്കാം. അപ്പോൾ ഇതിൽ എന്നോട് ആവശ്യപ്പെട്ടുള്ള ഒന്നാണ്, റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് വന്നതാണ്, കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറയാനായിട്ട്. അപ്പോൾ ദിസ് ഈസ് മൈ റിക്വസ്റ്റഡ് വീഡിയോ. അപ്പം നമുക്ക് നോക്കാം കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ആദ്യം തന്നെ എന്താണ് കാനൻസ് എന്ന് മനസ്സിലാക്കുക. കാനൻസ് മീൻസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ മീൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കാനൻസ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, this is the fundamental rule to guide the expenditure policy of the government. Fundamental rule for expenditure policy of the government. ഇതൊരു അടിസ്ഥാന നിയമമായിട്ട് പറയാം കേട്ടോ. കാനൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് കൺസിഡേർഡ് ആസ് ദ ഫണ്ടമെന്റൽ റൂൾ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു എക്സ്പെൻഡിച്ചർ പോളിസി, സർക്കാരിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ പോളിസിയെ നയിക്കാനുള്ള പ്രധാനപ്പെട്ട റൂളിനെയാണ് നമ്മൾ വിളിക്കുക കാനൻസ് ഓർ പ്രിൻസിപ്പിൾസ്. കാനൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, പ്രിൻസിപ്പിൾസ് എന്നാണ്. അപ്പോൾ രണ്ട് രീതിയിലും വരാം. അപ്പോൾ പലപ്പോഴും കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ശരിക്കും വായിക്കില്ല, കാനൻസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാനൻസ് ഉണ്ട്, ടാക്സേഷൻ്റെ കാനൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കാനൻസ് എന്നാണ് കണ്ടുപിടിക്കാൻ എഴുതാൻ തുടങ്ങും. ഇത് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാനൻസ് ഓഫ് ടാക്സേഷൻ വേറെയാണ്, രണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ ഫണ്ടമെന്റൽ റൂൾ ഫോർ എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ പോളിസി എന്താണ് തീരുമാനിക്കാനായിട്ടുള്ള അടിസ്ഥാന നിയമമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല കാനൻസ് ഉണ്ട്. ആദ്യം പറയുന്ന 4 കാനൻസ് കൊണ്ടുവന്നത് ഫിൻലി ഷിറാസ് ആണ്. The first important 4 canons are introduced by economist Finley Shiras and other canons are introduced by other economists. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ 7 കാനൻസ് നമ്മൾ എഴുതണം. അതായത് ആദ്യം പറയുന്ന ഷിറാസിന്റെ 4 പോയിന്റും അതുപോലെ പിന്നെ പറയുന്ന അതർ ഇക്കണോമിക്സിന്റെ 3 പോയിന്റും കൂടി ചേരുമ്പോഴാണ് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്നത്. ചിലപ്പോൾ എടുത്തു ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ കാനൻസ് ഓഫ് ഫിൻലി ഷിറാസ്. ഫിൻലി ഷിറാസിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാനൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ 4 എണ്ണം, അതായത് ഈ 4 കാനൻസ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ എന്താണ് കാനൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതണം. ഷിറാസിന്റെ മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ കാനൻ ഓഫ് ബെനിഫിറ്റ്, കാനൻ ഓഫ് ഇക്കോണമി, കാനൻ ഓഫ് സാങ്ഷൻ, കാനൻ ഓഫ് സർപ്ലസ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ 7 കാനൻസും നമ്മൾ എഴുതണം. അപ്പോൾ കാനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പിൾസ് ആണെന്ന് മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ റൂൾ ഓഫ് ദ എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഇത് നമുക്ക് ഓരോ കാനൻസും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് കാനൻ ഓഫ് ബെനിഫിറ്റ്. ആ വാക്ക് നമുക്കറിയാം. കാനൻ ഓഫ് ബെനിഫിറ്റ് റെപ്രസെന്റ് ആസ് മാക്സിമം അഡ്വാൻറ്റേജ് ഓർ സോഷ്യൽ അഡ്വാൻറ്റേജ്. മാക്സിമം ബെനിഫിറ്റ് കമ്മ്യൂണിറ്റി കിട്ടുക. എക്സ്പെൻഡിച്ചർ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മാക്സിമം അഡ്വാൻറ്റേജ് ഓർ മാക്സിമം ബെനിഫിറ്റ് ടു ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഒന്നുകിൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ, ഉൽപാദനം കൂട്ടുന്നു. രണ്ടാമത് ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതായത് റിച്ചും പോറും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് തുല്യമായ രീതിയിൽ വിതരണം ചെയ്യുന്നു. മൂന്നാമത് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി കൊണ്ടുവരിക. ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദസ് ഇറ്റ് മാക്സിമൈസ് ദ ബെനിഫിറ്റ് ടു ദ കമ്മ്യൂണിറ്റി. ജനങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കൊടുക്കുക. അതായത് സർക്കാരിന്റെ ഉദ്ദേശം പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത് സർക്കാർ ഫണ്ടുകൾ, റിസോഴ്സസ് കൂടുതലായിട്ട് ചെലവഴിക്കുന്നത് ജനങ്ങൾക്ക് നേട്ടം കിട്ടാൻ. Providing maximum benefit or maximum advantage to the community. In order to maximize the advantage or benefit to the community, here there is a increase the production. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യാനും സാധിക്കുന്നു. രണ്ടാമത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ടു ഫിൽ അപ്പ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ. അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് പാവപ്പെട്ടവർക്ക് കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള, അതായത് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസുകൾ കൊണ്ടുവരിക.
മൂന്നാമത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി കൊണ്ടുവരിക, അതിനനുസരിച്ച് സോഷ്യൽ വെൽഫെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കാനൺ ഓഫ് ബെനിഫിറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. മാക്സിമം അഡ്വാൻറ്റേജ് ടു ദ കമ്മ്യൂണിറ്റി ഓർ മാക്സിമം യൂട്ടിലിറ്റി ടു ദ കമ്മ്യൂണിറ്റി ഓർ മാക്സിമം ബെനിഫിറ്റ് ടു ദ കമ്മ്യൂണിറ്റി. In order to maximize the benefit, increase the production, equitable distribution and social justice, all these measures it increase the benefit and welfare to the community. അതിനുവേണ്ടി ഫണ്ടുകൾ കൂടുതലായിട്ട് ചെലവഴിക്കുക. ഇതാണ് ഒന്നാമത്തെ കാനനായിട്ട് ഫില്ലി ഷിറാസ് നമ്മളോട് പറയുന്നത്. ക്ലിയർ? രണ്ടാമത് കാനൺ ഓഫ് ഇക്കോണമി. കാനൺ ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അതായത് ടു അവോയ്ഡ് എക്സ്ട്രാവാഗന്റ് എക്സ്പെൻഡിച്ചർ, അനാവശ്യ ചെലവുകൾ ഇല്ലാതാക്കുക. ഇക്കോണമിക്കലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക. അതായത് ദാറ്റ് ഈസ് canon of economy represent as reduce extravagant expenditure or avoid extravagant expenditure. ആർഭാടം, അതായത് ആവശ്യമില്ലാത്ത ചെലവുകളെ ഒഴിവാക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ചെലവ് ആവശ്യമില്ലാത്തതാണെങ്കിൽ, അതായത് എക്സ്ട്രാവഗന്റ് ആവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടാകും, മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് അതായത് ഇപ്പോൾ കാനൺ ഓഫ് ഇക്കോണമിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ചിന്തിക്കാം. അതായത് അതോറിറ്റീസ്, പബ്ലിക് അതോറിറ്റീസ് ശരിയായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ കൺസിഡർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ടാക്സ് പെയർ അറ്റ് ദ സെയിം ടൈം കൺസിഡർ ദ ഇൻട്രസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അതോറിറ്റി. ആരാ നമ്മുടെ ഫിനാൻഷ്യൽ അതോറിറ്റി? ഗവൺമെന്റ്. അപ്പം ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റിനെ മാനിക്കണം, അതുപോലെ ടാക്സ് പെയർ ആയ നമ്മുടെ ഇൻട്രസ്റ്റിനെയും മാനിക്കണം. രണ്ട് കൂട്ടരെയും മാനിക്കത്തക്ക രീതിയിലായിരിക്കണം സർക്കാർ എന്ത് കൊണ്ടുവരേണ്ടത്? പോളിസികൾ കൊണ്ടുവരേണ്ടത്. അപ്പം എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഇറ്റ് കൺസിഡർ ബോത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അതോറിറ്റി പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് ദ ടാക്സ് പെയർ. അങ്ങനെയാണെങ്കിൽ ദിസ് അവോയ്ഡ് ദ എക്സ്ട്രാവഗന്റ് എക്സ്പെൻഡിച്ചർ, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്ട്രാവഗന്റ് ആവശ്യമില്ലാത്ത ചെലവുകളെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ മോസ്റ്റ് ഇക്കണോമിക്കലായിട്ട് ചെലവ് അല്ലേ, ഇക്കണോമിക്കലായിട്ട് വർദ്ധിക്കുക. നമുക്കറിയാം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കീപ് ആസ് മിനിമം. കണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കീപ് ആസ് മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സർക്കാർ എന്താണ് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാരെ വെക്കുന്നു, എക്സ്പെൻഡിച്ചർ നടത്താനായിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെലവഴിക്കുന്നു. ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെ പരമാവധി കുറയ്ക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് canon of economy. Thus it consider the interest of financial authority plus taxpayer also. That is second important point, canon of economy. And third is that canon of surplus. ഇനി സർക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കണം? സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അതായത് നമ്മളെപ്പോഴും പറയും ഡെഫിസിറ്റ്. അപ്പോൾ നമുക്ക് ഉദ്ദേശം പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ പറയാം, പ്രിൻസിപ്പളായിട്ട് നമുക്ക് പറയാം കാനൺ ഓഫ് സർപ്ലസ്. കാനൺ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ അല്ലേ, വരവ് ചെലവിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് എന്ത് പറയാം? ഇതാണ് സർപ്ലസ് ആയിട്ട് പറയാം. അപ്പം പ്രിൻസിപ്പിൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് കാനൺ ഓഫ് സർപ്ലസ്. മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുക, അതായത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടാനായിട്ട് നോക്കുക. ഇത് നമുക്കറിയാം പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കാനൺ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു, എല്ലാവർക്കും നേട്ടം കൊടുക്കത്തക്ക രീതിയിലായിരുന്നു. പക്ഷെ ഹൗ യു മെഷർ കേട്ടോ, ഹൗ യു ക്യാൻ മെഷർ ദ ബെനിഫിറ്റ്. ബെനിഫിറ്റ് എങ്ങനെ മെഷർ ചെയ്യുക? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ അല്ലേ കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ പ്രായോഗിക വശങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണ് വാക്കാലെ പറയാം, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കാനൻസ് എന്ന് വെച്ചാൽ എനിക്ക് പറയാം ബെനിഫിറ്റ്, മാക്സിമം ബെനിഫിറ്റ് ജനങ്ങൾക്ക് കിട്ടണം. പക്ഷെ ഈ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെൻ്റെ പിന്നാമ്പുറം, അത് ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഞാൻ പറയില്ല കാനൺ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം അഡ്വാൻറ്റേജ് ടു ദ കമ്മ്യൂണിറ്റി. ഇതുപോലെ കാനൺ ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ഈ അനാവശ്യ ചെലവുകൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ നോക്കണം ഏതൊക്കെയാണ് നമുക്കുണ്ടാകുന്ന അനാവശ്യ ചെലവുകൾ. ഇതും ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി മൂന്നാമത് ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കാനൺ ഓഫ് സർപ്ലസ്. അതിൻ്റെ ഇടയിൽ ഒന്ന് വിട്ടുപോയി, സോറി പറയാം. കാനൺ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മിച്ച ബഡ്ജറ്റ് ആയിരിക്കണം, അതായത് റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. ഇതാണ് സർപ്ലസ്, കാനൺ ഓഫ് സർപ്ലസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ പ്രധാന കാനൺ എന്ന് പറഞ്ഞാൽ ടു കീപ് സർപ്ലസ്, ഓൾവേസ് കീപ് ദ സർപ്ലസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ്.
പ്രാക്ടിക്കൽ വശം നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എപ്പോഴും ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഈസ് ഡെഫിസിറ്റ് ബഡ്ജറ്റിനാണ് കൂടുതലായിട്ട് സ്കോപ്പ് ഉള്ളത്. കാരണം if there is a expenditure is greater than revenue, so it creates the deficit budget, so it is very difficult to practice surplus budget. പക്ഷേ canon എന്ന നിലയ്ക്ക് നമുക്ക് പറയണം canon of surplus is the another important canons of public expenditure. And next is that canon of sanction. Canon of sanction, അതായത് every public expenditure used by the government without the proper sanctioning of public authority. That is, each and every public expenditure only with the proper sanction and consent of the public authority or financial authority. Every expenditure used by the government only by the proper sanction or consent of the authority. അതോറിറ്റികൾ ഇല്ലാതെ, ഫിനാൻഷ്യൽ അതോറിറ്റിയുടെ കൺസെന്റ് ഇല്ലാതെ ഒറ്റ പബ്ലിക് എക്സ്പെൻഡിച്ചറും നടപ്പിലാക്കാനായിട്ട് പാടില്ല. അപ്പൊ സർക്കാർ എന്ത് ചെലവുകൾ കൊണ്ടുവന്നു, ഈ ചെലവുകൾക്കൊക്കെ എന്ത് കിട്ടണം? ഫിനാൻഷ്യൽ അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം കിട്ടിയിരിക്കണം. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് പബ്ലിക് അതോറിറ്റി നോ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ടേക്ക് പ്ലേസ്. ഒരു എക്സ്പെൻഡിച്ചർ നടത്താനായിട്ട് പാടില്ല. ഇങ്ങനെ ഇതാണ് ആദ്യത്തെ 4 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാനൻസ്. ഒന്ന് കാനൺ ഓഫ് ബെനിഫിറ്റ്, രണ്ടാമത് കാനൺ ഓഫ് ഇക്കോണമി, മൂന്നാമത് കാനൺ ഓഫ് സാങ്ഷൻ, നാലാമത് കാനൺ ഓഫ് സർപ്ലസ്. അപ്പം കാനൺ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ച ബഡ്ജറ്റാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നത്. കാനൺ ഓഫ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ പൂർവാധികം എന്ത് ചെയ്യണം? പബ്ലിക് അതോറിറ്റിയുടെ സാങ്ഷൻ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അതോറിറ്റിയുടെ സാങ്ഷൻ കിട്ടിയിരിക്കണം. പിന്നെന്താണ് കാനൺ ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വാഗന്റ് എക്സ്പെൻഡിച്ചർ ഒഴിവാക്കണം. കാനൺ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ് കമ്മ്യൂണിറ്റി കിട്ടിക്കണം. These are the 4 important principles or canons introduced by ഫിൻലി ഷിറാസ്. ഇത് കൂടാതെ 3 പ്രധാന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അതർ ഇക്കണോമിസ്റ്റ്. വ്യക്തമായിട്ടൊരു ഇക്കണോമിസ്റ്റിന്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സം അതർ ഇക്കണോമിസ്റ്റ്. മറ്റു ഇക്കണോമിസ്റ്റുകളും ചില നിയമങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 1, 2, 3, 4 കഴിയുമ്പോൾ 5ാമതായിട്ട് പറയാം. 5ാമത്തെ കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി, 6ാമത്തെ കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി, 7ാമത്തെ കാനൺ ഓഫ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി, കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി, then canon of equitable distribution. What is meant by canon of elasticity? Canon of elasticity shows that government can increase or decrease public expenditure according to the needs and the circumstances. Government can increase or decrease the public expenditure according to the needs and circumstances. സാഹചര്യങ്ങൾക്കനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടാനും കുറയ്ക്കാനും നോക്കുക. ഇപ്പം in order to improve the conditions of poor and weaker section, definitely government can increase the public expenditure. അതായത് പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നത്, ഇംപ്രൂവ് ദ പുവർ ആൻഡ് വീക്കർ സെക്ഷൻ, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടണം. എന്നാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ നോക്കി ശരിയായ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ വാഗന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും സാധിക്കില്ലേ? അപ്പൊ എക്സ്ട്രാ വാഗന്റ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഗവൺമെന്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് സർക്കംസ്റ്റൻസ്. ദാറ്റ് ഇസ് നോൺ ആസ് ഇലാസ്റ്റിക് character. That is expenditure policy of the government. This is flexible. ഉണ്ടോ? സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ പോളിസി എങ്ങനെയായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്, ദിസ് ഈസ് ഫ്ലെക്സിബിൾ. സർക്കാരിന്റെ പോളിസി, എക്സ്പെൻഡിച്ചർ പോളിസി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഇറ്റ് ആക്സെപ്റ്റ്, that is government can increase or decrease the expenditure policy according to the needs and circumstances. കാര്യങ്ങൾക്കനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കണം. ഇതിനാണ് വിളിക്കുക canon of elasticity. Next is the canon of productivity. It shows that expenditure policy undertaken by the government in order to increase the production and productive capacity of the government. That is another canon is that this canon mainly used to, the purpose is that increase the production and increase the productive efficiency. സർക്കാർ യൂസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം?
increase the production and productive efficiency. ഉൽപാദിത കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതനുസരിച്ച് ഉൽപാദനം കൂട്ടുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണ് സർക്കാർ നടത്തേണ്ടത്. അല്ലാതെ ഉൽപാദനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചർ പോളിസി എടുക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കാനൻ ആണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആണ് കൊണ്ടുവരേണ്ടത്. Canon of productivity shows that increase the productive capacity and production of the economy. That is another important canon of public expenditure. And last is that canon of equitable distribution. എല്ലാവർക്കും തുല്യമായ രീതിയിൽ വീതിച്ചു കൊടുക്കുക. To improve the equitable distribution or to introduce equitable distribution or fill up the gap between rich and the poor. റിച്ചും പൂവറും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഗവൺമെന്റ് increase public expenditure program mainly for the poor section and reduce the public expenditure program to the richer section. അതായത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട് ഒരു വർഷം സർക്കാർ ചെയ്യുന്നത് എന്താ, ടാക്സിന്റെ റേറ്റ് കൂട്ടുന്നു. അതിലെ റിച്ചർ സെക്ഷനിലെ പൂവറിന്റെ ടാക്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇനി എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം ആർക്കാണ്, റിച്ചർ സെക്ഷന് കൊടുക്കാതെ ആർക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കുക. Thus it avoid the gap between rich and the poor. Equitable distribution introduced by the government wants that high taxation on rich section and less taxation on poorer section. At the same time, increase public expenditure to poor section and reduce public expenditure to the richer section. Thus, it can started that's equitable distribution. These are the some other economic or some other canons of public expenditure introduced by some other economists like canon of elasticity, canon of productivity and canon of equitable distribution. About totally there are 7 canons. One is that canon of benefit, second is that canon of economy, and third is that canon of sanction, and fourth is the canon of the surplus. These 4 canons are introduced by Finlay Shiraz. Other economists introduced some other canons also. They are named as canon of elasticity, canon of elasticity, canon of productivity, and last is the canon of equitable distribution.